മമ്മൂട്ടി ചിത്രം ദേശീയ അവാർഡിന് കേരളത്തിൽ നിന്നും അയച്ചില്ല. കുറ്റം ബി.ജെ.പി. സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടിയെ ബി.ജെ.പി. സർക്കാർ മനഃപൂർവ്വം തഴയുന്നു എന്ന വ്യാജ സൃഷ്ടികൾക്കെതിരെ തുറന്നടിച്ച് സംവിധായകൻ എം.പി. പത്മകുമാർ. മമ്മൂട്ടി ചിത്രങ്ങൾ ദേശീയ പുരസ്കാരത്തിനായി കേരളത്തിൽ നിന്നും അയച്ചിട്ടില്ലെന്ന സൗത്ത് ജൂറി അംഗം കൂടിയായിരുന്ന പത്മകുമാർ വെളിപ്പെടുത്തി. ജൂറിയിൽ രാഷ്ട്രീയമോ മതമോ ഇല്ലെന്നും മമ്മൂട്ടി ചിത്രങ്ങൾ മനഃപൂർവ്വം അയക്കാതിരുന്നിട്ട് ബി.ജെ.പി. സർക്കാരിന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തണമെന്നും സംവിധായകൻ തുറന്നടിച്ചു. മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാത്തതിന്റെ പേരിൽ മോശം കമന്റുകളാണ് വരുന്നത്. മതത്തിന്റെ പേരിലും ബി.ജെ.പി. സർക്കാർ ആയതിനാലുമാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തത് എന്നിങ്ങനെയാണ് കമന്റുകൾ. ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് എന്നാണ് പത്മകുമാർ കുറിക്കുന്നത്. അതിങ്ങനെയാണ്: ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ താനും ഉണ്ടായിരുന്നു. സൗത്ത് ജൂറിയിൽ അംഗമാണ്. തന്റെ മുന്നിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ വന്നതാണ്. ആദ്യമായാണ് ഒരു നാഷണൽ ജൂറിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായാണ് അതിനെ സമീപിച്ചത്. നഷ്ടപ്പെട്ടു പോയ സിനിമ തിരിച്ചു വിളിച്ച സംഭവം വരെ ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇത്രയധികം ശ്രദ്ധിച്ചും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം. അതിനുത്തരമുണ്ട്. 2022 കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്നും അയച്ച സിനിമകളുടെ ലിസ്റ്റ് കയ്യിലുണ്ട്. ഈ ലിസ്റ്റിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയുമില്ല. നൻപകൽ നേരത്ത് മയക്കം മാത്രമല്ല, മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? സിനിമ അയക്കാതിരുന്നിട്ട് മുൻവിധിയോടുകൂടി ആരൊക്കെയോ ഇരുന്ന് പടച്ചു വിടുകയാണ്. മമ്മൂട്ടിക്ക് കിട്ടില്ല, ബി.ജെ.പി. സർക്കാർ കൊടുക്കില്ല എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ്. ആരാണ് മമ്മൂട്ടിയുടെ സിനിമകൾ അയക്കാതിരുന്നത്? അതിന്റെ പഴി മുഴുവൻ ബി.ജെ.പി. സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കള്ളത്തരം പറഞ്ഞ് സർക്കാരിനെ ചിലർ അധിക്ഷേപിക്കുകയാണ്. ഞാൻ അവിടെ ജൂറി ആയിരുന്നതുകൊണ്ട് പറയുകയാണ്, രാഷ്ട്രീയത്തിന്റെ പേരിൽ സർക്കാരിന്റെ യാതൊരുവിധ ഇടപെടലും അതിൽ ഉണ്ടായിട്ടില്ല. ഞാനിത് നേരിൽ കണ്ടതാണ്. അനുരാഗ് ഠാക്കൂർ ജൂറി അംഗങ്ങളെ വിളിച്ചു നടത്തിയ ചർച്ചയിൽ ഒന്നും ഏതെങ്കിലും സിനിമയ്ക്ക് പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓരോ സംസ്ഥാനത്തും സിനിമകൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മാത്രമാണ് അന്ന് അദ്ദേഹം ചോദിച്ചത്. ഇതിൽ ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആയിരിക്കില്ല, സർക്കാരിന്റെ പുറത്തു നിന്നുമായിരിക്കും. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ ദേശീയ അവാർഡിന് അയക്കാതിരുന്നത് ആരെന്ന് കണ്ടെത്തണം. എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം ഒരു സർക്കാരിന്റെ കുറ്റം പറയാനെന്നും പത്മകുമാർ പ്രതികരിച്ചു.